ഹായ് ഓൾ. നെക്സ്റ്റ് കണ്ടീഷൻ ഇസ് സിറോസിസ് ഓഫ് ലിവർ അഥവാ കരൾ വീക്കം. എന്താണ് സിറോസിസ്? അതായത് നമ്മുടെ ലിവറിലുള്ള നോർമൽ സെൽസ് നശിച്ച് അതിനുശേഷം സ്കാർ ടിഷ്യൂ ഫോം ആവും. ഇതുവഴി ലിവറിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനങ്ങൾ തടയപ്പെടുന്നു. ഇതാണ് സിറോസിസ് ഓഫ് ലിവർ. ക്ലിയർ അല്ലേ? ഈ കാണുന്ന പിക്ചർ ശ്രദ്ധിച്ചോ? നോർമൽ ലിവറും അതുപോലെ തന്നെ സിറോസിസ് ലിവറും കണ്ടോ? എന്താണ് നോർമൽ ലിവറിൻ്റെ ആ സെൽസ് നശിച്ച് സ്കാർ ടിഷ്യൂ ആയത് കണ്ടില്ലേ നിങ്ങൾ? പാത്തോഫിസിയോളജി, അതായത് ലിവറിനെ സിറോസിസ് എങ്ങനെയൊക്കെ ബാധിക്കുന്നു നമുക്ക് നോക്കാം. 1. ലിവറിൽ അണുബാധ ഉണ്ടാകുന്നു, ദാറ്റ് മീൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. എങ്ങനെയൊക്കെ? സ്ഥിരമായി മദ്യപിക്കുന്നവരിൽ, അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർക്ക്, പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസിൻ്റെ ആക്രമണം മൂലം ലിവർ സ്ഥിരമായി വീക്കാവും. 2. ലിവറിൻ്റെ സെൽസ്, ദാറ്റ് മീൻ ഹെപ്പാറ്റിക് സെല്ല്, അത് പൂർണ്ണമായും നശിച്ച് അതിന് പകരം സ്കാർ ടിഷ്യൂ രൂപം കൊള്ളും. ഡാമേജ് ആയ സെൽസ് അത് വളരാൻ നോക്കുമ്പോൾ അത് ഫൈബറസ് ടിഷ്യൂ ആയി മാറും. ഇത് ലിവറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. 3. ലിവറിലൂടെ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയില്ല. സ്കാർ ടിഷ്യൂ മൂലം ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്റ്റഡ് ആവുന്നു. അപ്പോൾ ബ്ലഡ് തിരിച്ച് ബ്ലഡ് വെസൽസിലേക്ക് തന്നെ തിരികെ പോകുന്നു. അപ്പോൾ എന്താ പറ്റുന്നത്? പോർട്ടൽ വെയിനിൽ അപ്പോൾ സമ്മർദ്ദം ഉണ്ടാക്കും. അതിനെയാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ആവുകയും ഇത് വയറിലെ രക്തക്കുഴലുകൾ സ്വെല്ലനാകാനും അതുപോലെ തന്നെ വയറ്റിൽ വെള്ളം കെട്ടിക്കിടക്കാൻ, അതായത് അസൈറ്റിസിന് കാരണമാകുന്നു. ഇതുവഴി ലിവറിൻ്റെ ഫങ്ഷനെ അത് ബാധിക്കുന്നു. അതായത് ടോക്സിനെ നീക്കാൻ കഴിയുകയില്ല, ആൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. 3. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന് വേണ്ട പ്രോട്ടീനുകൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ശരിയായ രീതിയിലുള്ള ന്യൂട്രിയൻസ് മെറ്റബോളിസം നടക്കത്തില്ല. കോസസ്, സിറോസിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ നോക്കിയാലോ? ഫസ്റ്റ് 1, ക്രോണിക് ആൽക്കഹോൾ അബ്യൂസ്, അതായത് അമിതമായ മദ്യപാനമാണ് ഇതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ സ്ഥിരമായി മദ്യം കഴിക്കുന്നവരിൽ അവരുടെ നമ്മുടെ സെൽസ്, അതായത് ലിവറിൻ്റെ സെൽസ് ഡാമേജ് ആകുകയും സ്കാർ ടിഷ്യൂ രൂപം കൊള്ളുകയും ചെയ്യും. 2ാമത്തെ കാരണമാണ് ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ബി സി പോലുള്ള വൈറസുകൾ ലിവറിനെ ഇൻഫെക്ഷൻ ആക്കാൻ ഇടയാക്കും. 3. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് ഒബീസിറ്റി, ഡയബറ്റിക്, കൊളസ്ട്രോൾ എന്നിവ മൂലം ലിവറിൽ കൊഴുപ്പ് കൂടുന്ന സമയത്ത് സിറോസിസിലേക്ക് പോകാൻ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹീമോക്രോമറ്റോസിസ് എന്ന് വെച്ചാൽ എക്സസീവായിട്ടുള്ള അയൺ ഡെപ്പോസിറ്റ്, ഇതും സിറോസിസിലേക്ക് നയിക്കാൻ ഒരു കാരണമാണ്. പിന്നെ വിൽസൺ ഡിസീസ്, അതായത് കോപ്പർ ഡെപ്പോസിഷൻ, ഇത് ലിവറിൽ കെട്ടി നിൽക്കും, അത് സിറോസിസിലേക്ക് എത്തിച്ചേരാം. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് തെറ്റിദ്ധരിച്ച് ലിവറിനെ തന്നെ ആക്രമിക്കും. അപ്പോൾ ആ സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഏറെയാണ്. പിന്നെ വരുന്നത് ബൈലറി സിറോസിസ് ആണ്, അതായത് ബൈല് പുറത്തേക്ക് ഒഴുകുന്ന ബൈൽ ഡക്റ്റ് അത് ഒബ്സ്ട്രക്റ്റ് ആവും. ആ സമയത്ത് സിറോസിസിലേക്ക് പോകാനുള്ള ചാൻസ് ഏറെയാണ്. ഇതൊക്കെയാണ് കോസസ്. ക്ലിയർ അല്ലേ? സിംറ്റംസ് ഏർലി സ്റ്റേജും ഉണ്ട്, അഡ്വാൻസ് സ്റ്റേജും ഉണ്ട്. നമുക്ക് ഏർലി സ്റ്റേജ് നോക്കാം. ഫസ്റ്റ് 1, ഫെറ്റീഗ്. ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ക്ഷീണം പോലെ ഫീൽ ആവും. 2, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, വിശപ്പില്ല. 3, നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നും, ഛർദിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. 4, അബ്ഡോമിനൽ പെയിൻ, നല്ല വയറുവേദന. അഡ്വാൻസ് സ്റ്റേജ്. ഫസ്റ്റ് 1, ജോണ്ടിസ്, അതായത് ലിവർ കറക്റ്റായിട്ട് പ്രവർത്തിക്കാത്തത് മൂലം ശരീരത്തിലും കണ്ണിലുമൊക്കെ മഞ്ഞ നിറം കാണപ്പെടും. സെക്കൻഡ് 1, അസൈറ്റിസ്, അതായത് അബ്ഡോമിനിൽ വെള്ളം കെട്ടിക്കിടക്കും. 3, ഈസോഫാജിയൽ വാരിസിസ്, എന്ന് വെച്ചാൽ നമ്മളെ ലിവറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ആവുന്ന വഴി സെൽസ് ഡൈലേറ്റ് ആവുകയും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. സ്പൈഡർ ആൻജിയോമാസ്, അതായത് ദേഹത്തൊക്കെ ചുമന്ന വര പോലെ കാണും, അത് സ്പൈഡർ ഷേപ്പ് പോലെ ഇരിക്കും. ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി, അതായത് ഓർമ്മക്കുറവ്, പിന്നെ ശ്രദ്ധക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ലോട്ടിംഗ് പ്രോബ്ലം, അതായത് രക്തം കട്ടയാക്കാൻ വേണ്ട പ്രോട്ടീനുകൾ നിർമ്മിക്കുന്ന ലിവറാണ്. അപ്പോൾ
ഇത് ലിവറിന് കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്ന സമയത്ത് ആ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റ് വൺ, ഹെപ്പാറ്റോറീനൽ സിൻഡ്രം. അതായത് ലിവർ ഡിസീസ് മൂലം കിഡ്നി ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസും ഏറെയാണ്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, ബ്ലഡ് ടെസ്റ്റ്, അതായത് LFT, പ്രോത്രോംബിൻ ടൈം, ആൽബുമിൻ ടെസ്റ്റ്, ഇതൊക്കെ എലിവേറ്റഡ് ആയിരിക്കും. പിന്നെ പ്രോത്രോംബിൻ ടൈം അത് പ്രൊലോങ്ഡ് ആയിരിക്കും. പിന്നെ ആൽബുമിൻ ഇത് ലോ ലെവലായിരിക്കും. പിന്നെ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT സ്കാൻ, ഇത് മെയിൻലി ലിവറിൻ്റെ സൈസ്, അത് അസൈറ്റിസിൻ്റെ ചാൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അൾട്രാസൗണ്ട് CT സ്കാനൊക്കെ നമ്മൾ ചെയ്യുന്നത്. ലിവർ ബയോപ്സി, ഇത് എന്ത് സ്റ്റേജിലായിരിക്കും ലിവർ ബയോപ്സി ചെയ്യുന്നത്. കോംപ്ലിക്കേഷൻ, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ഈസോഫാജിയൽ വെറൈസിസ്, അസൈറ്റിസ്, ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി, ഹെപ്പാറ്റിക് റീനൽ സിൻഡ്രം. മാനേജ്മെൻറ്റ്,